സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇവിടെ ഓരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന്. പൂർവഗാമികൾ ചോരതീരായി തന്നതിൻ സുഹൃതം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഈ പദ്ധതികളൊന്നും വട്ടക്കളത്തിലച്ചൻ പ്ലാൻ ചെയ്തതല്ല. തീർച്ചയായും ഇത് ദൈവിക പദ്ധതികൾ തന്നെയാണ്. ദൈവപരിപാലനയുടെ ഈ നാളുകൾ ഏറെ നന്ദിയോടെ മാത്രമേ അച്ഛൻ അനുസ്മരിക്കാൻ കഴിയൂ. അച്ഛൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവം എല്ലാം നന്മയ്ക്കായി ക്രമീകരിക്കുന്നു. ആയിരത്തി 1996 ഏപ്രിൽ 1-ാം തീയതിയാണ് ഞാൻ ഈ കലാലയത്തിൻ്റെ സാരഥിയായി ചാർജ് എടുത്തത്. ചാർജ് എടുക്കുന്ന സമയത്ത് വളരെ അവിചാരിതമായി ഡോക്ടർ സിറിയക് തോമസ് വൈസ് ചാൻസലർ മുറിയിൽ വരികയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തു. സന്തോഷപൂർവം എൻ്റെ ഗുരുനാഥനും എൻ്റെ PhD ഗൈഡും എൻ്റെ വലിയ ഗുണകാംക്ഷിയുമായിരുന്ന മടത്തിപ്പറമ്പിൽ അച്ഛൻ ആ താക്കോൽ കൂട്ടം കയ്യിൽ തന്നപ്പോൾ വിറയലോടെയാണ് ഞാൻ ആ താക്കോൽ കൂട്ടം സ്വീകരിച്ചത്. ഞാൻ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വത്തിൻ്റെ ഗൗരവം എനിക്ക് നന്നായി അറിയാമായിരുന്നു. ഈ കാലയളവിൽ കലാലയത്തിൻ്റെ കെട്ടിടങ്ങൾ നവീകരിക്കുന്ന കാര്യത്തിൽ, കേടുപാടുകൾ നീക്കുന്ന കാര്യത്തിലൊക്കെയാണ് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത്. കലാലയത്തിലെ അന്നുമുള്ള എല്ലാ കെട്ടിടങ്ങൾക്കും റിനോവേഷൻ നടത്തുവാനായിട്ട് സാധിച്ചു. അധ്യാപക വൃത്തിയോടൊപ്പമാണ് ഈ ശുശ്രൂഷയും ചെയ്യുന്നത്. ആഴ്ചയിൽ 3 പീരീഡ്സ് പ്രിൻസിപ്പലും എടുക്കണം. പക്ഷേ സെൻറ്റ് ബർക്ക്മാൻസിൻ്റെ പ്രിൻസിപ്പലിന് റെഗുലർ അവറിൽ പഠിപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ശനിയാഴ്ചകളിൽ MA ക്ലാസ്സിലെ ഫൈനൽ MA ക്ലാസ്സിലെ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് എൻ്റെ ഉത്തരവാദിത്വം ഞാൻ കൃത്യമായി ഭംഗിയായി നിർവഹിച്ചിരുന്നു. പലപ്പോഴും എൻ്റെ ശ്രദ്ധ, അല്ലെങ്കിൽ ഏതാണ്ട് 100% എൻ്റെ ശ്രദ്ധ കോളേജിൻ്റെ കുട്ടികളുടെ അച്ചടക്കത്തിൻ്റെ കാര്യത്തിലായിരുന്നു.
1977 SB കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപകനായി നിയമിതനായതു മുതൽ 1998 പ്രിൻസിപ്പലായി വിരമിക്കുന്നതുവരെ വട്ടക്കളത്തിലച്ചൻ കോളേജിൽ ചെയ്ത സേവനങ്ങൾ നിരവധിയാണ്. ബഹുമാനപ്പെട്ട വട്ടക്കളത്തിലച്ചനെക്കുറിച്ച് ഓർമ്മിക്കാനിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഓർമ്മയല്ല, ഓർമ്മയുടെ അടരുകളാണ് വിരിഞ്ഞു വരുന്നത്. എൻ്റെ ഗുരുവായി ആരംഭിച്ച് പിന്നീടെൻ്റെ സഹപ്രവർത്തകനായി, പിന്നീടെൻ്റെ വൈസ് പ്രിൻസിപ്പലായി, പിന്നീട് പ്രിൻസിപ്പലായി, എൻ്റെ ഏറ്റവും വലിയ അഭ്യുദയകാംക്ഷികളിൽ ഒരാളായി, എൻ്റെ ആത്മീയ ഗുരുവായി, അങ്ങനെ വിവിധ മേഖലകളിലുള്ളൊരു ബന്ധമാണ് എനിക്ക് പ്രിയ ബഹുമാനപ്പെട്ട വട്ടക്കളത്തിലച്ചനുമായിട്ട് ഉള്ളത്. ഞാനൊരു വിദ്യാർത്ഥിയായി SB കോളേജിൽ വരുന്ന സമയത്ത് അദ്ദേഹം ഇവിടെ അധ്യാപകനായി ഉണ്ടായിരുന്നു. കണ്ട് പരിചയപ്പെട്ട നാൾ മുതൽക്കേ ഞങ്ങൾ തമ്മിൽ എന്തോ ഒരു പ്രത്യേകമായ ബന്ധം ഉടലെടുത്തു എന്ന് പറയുന്നതാണ് ശരി. അന്ന് കോളേജിൽ, ചങ്ങനാശ്ശേരി SB കോളേജിൽ ഏതാണ്ട് 3700 പരം വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അതിലൊരു വിദ്യാർത്ഥിയായി മാത്രം കടന്നു വന്ന എന്നെ അദ്ദേഹം പ്രത്യേകമായി ശ്രദ്ധിക്കുകയും അതിലുപരി കരുതുകയും അതിലുപരി പരിഗണിക്കുകയും ചെയ്തു. അന്ന് തുടങ്ങിയ ബന്ധത്തിന് ഒരു കോട്ടവും തട്ടാതെ ഈ നിമിഷം വരെ ഞങ്ങൾ രണ്ടുപേരും കാത്ത് സൂക്ഷിച്ച് വരികയാണ്. അതിനുശേഷം ഞാൻ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് അധ്യാപകനായിട്ട് മാറി. അധ്യാപകനായി കഴിഞ്ഞപ്പോൾ പൊതുരംഗത്തേക്ക് ഞാൻ കടന്നു വന്നു. പൊതുരംഗത്തെ എൻ്റെ വളർച്ച എൻ്റെ ബൗദ്ധികമായ ഒരു പിൻബലം കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. ഞാൻ പൊതുരംഗത്ത് എന്തെങ്കിലുമൊക്കെ ആയിത്തീർന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പിറകിൽ എൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം, പൊതുസമൂഹത്തിൻ്റെ പ്രോത്സാഹനം, ഇവയെല്ലാം ഇപ്പോഴും കാണുന്നവനാണ്. അതിൽ വളരെ ശ്രദ്ധേയമായ ഒരു സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട വട്ടക്കളത്തിലച്ചൻ. SB കോളേജിൽ അധ്യാപകനായി ഞാൻ സേവനം ആരംഭിച്ച സമയം മുതൽക്ക് തന്നെ കോളേജിലെ നിരവധി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചു. അതിൻ്റെയൊക്കെ പിറകിൽ ബഹുമാനപ്പെട്ട വട്ടക്കളത്തിലച്ചൻ്റെ കൈകളുണ്ടായിരുന്നു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കോളേജിലെ പുരാതന കെട്ടിടമായ കുരിയാളശ്ശേരി ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന ഇംഗ്ലീഷ് വിഭാഗത്തിന് ചരിത്രപരമായ ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. സാന്ദർഭികമായി ഇതിൻ്റെ എല്ലാം ഭാഗവാക്കാകാൻ അച്ഛന് കഴിഞ്ഞത് ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. അദ്ദേഹം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ 1976 മുതൽ 1988 വരെ സേവനം ചെയ്ത ഒരു അധ്യാപകനായിരുന്നു. ഒരു അധ്യാപകൻ എന്നതിലുപരി അദ്ദേഹം ഒരു ആധ്യാത്മിക പിതാവും കൂടിയായിരുന്നു. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ട്രെൻഡ് സെറ്ററായിരുന്നു. അതായത് പുതിയ മേഖലകളെ, പുതിയ സാഹിത്യ മേഖലകളെ അദ്ദേഹം ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ആദ്യമായി ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അത് കുട്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അദ്ദേഹം പ്രത്യേകം സഹായിച്ചതായിട്ട് എനിക്ക് അറിയാൻ സാധിച്ചു. ഗാന്ധി യൂണിവേഴ്സിറ്റി 1983 തുടങ്ങിയപ്പോൾ അദ്ദേഹമായിരുന്നു ആദ്യ റിസർച്ച് സ്കോളറും അതുപോലെ തന്നെ ആദ്യമായി ഡോക്ടറേറ്റ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നേടിയ ഒരു വ്യക്തി, ഒരു വിദ്യാർത്ഥിയുമായിരുന്നു. നമ്മുടെ ഈ കോളേജ് റിസർച്ച് സെൻറ്റർ ആവുകയും ഞാൻ ഇവിടുത്തെ ആദ്യത്തെ റിസർച്ച് സ്റ്റുഡൻ്റായിട്ട് പ്രവേശനം സ്വീകരിക്കുകയും ചെയ്തു. ഞാൻ തന്നെ ഫസ്റ്റ് അവാർഡിയായിട്ട് ഇറങ്ങി വരികയും ചെയ്തു. അനന്തരം റിസർച്ചിൻ്റെ ഗൈഡായിട്ടും ഞാൻ നിയമിതനായി. റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോഴും ഞാൻ ഒരു ഗൈഡാണ്. എനിക്കിപ്പോൾ ഒരു വിദ്യാർത്ഥിനിയാണ് സ്റ്റുഡൻ്റായിട്ടുള്ളത്. ഞാൻ അധികം പേരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, കാരണം
എനിക്ക് മറ്റ് ശുശ്രൂഷ ഉള്ളതുകൊണ്ടാണ്. കേരളത്തിലെ കലാലയങ്ങളിലൊക്കെ ഒരു ചൊല്ലുണ്ടായിരുന്നു, ഓൺലി സെൻറ്റ് ബർഗ്മാൻസ് ക്യാൻ ഡു ഇറ്റ് എന്ന്. ആദ്യമായി ഷേക്സ്പിയർ തിയേറ്റർ ആരംഭിച്ചത് സെൻറ്റ് ബർഗ്മാൻസ് കലാലയത്തിലാണ്. അത് ആരംഭിച്ചത് ഈ കലാലയത്തിൻ്റെ അതിപ്രഗത്ഭനായ പ്രൊഫസറും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷും ആയിരുന്ന പ്രൊഫസർ MP പോൾ ആണ്. അദ്ദേഹത്തോളം പ്രാഗൽഭ്യമുള്ള മറ്റൊരു അധ്യാപകനും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഉറച്ച ബോധ്യം. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം മരിച്ചുപോയി, 48 വയസ്സിൽ മരിച്ചുപോയി. ഈ കലാലയത്തിനുണ്ടായ ഒരു വലിയ പ്രതിസന്ധിയിൽ ഈ കലാലയത്തെ രക്ഷിച്ച രക്ഷകനാണ് MP പോൾ സാറ്. ആ സാറിൻ്റെ മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ ഈ സമയം ഞാൻ ഉപയോഗിക്കുന്നു. കേരളത്തിലെ ഷേക്സ്പിയർ നാടകങ്ങളുടെ ചരിത്രം തുടങ്ങുന്നത് SB കോളേജിലാണ്. ഒട്ടേറെ മഹാരഥന്മാരെ സംഭാവന ചെയ്ത ഈ കോളേജ് മറക്കാനാവാത്ത ഓർമ്മകൾ അച്ഛന് സമ്മാനിച്ചിട്ടുണ്ട്. ചിറയിൻകീഴുകാരനായ അബ്ദുൽ ഖാദറിന് സെൻറ്റ് ബർഗ്മാൻസ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. അദ്ദേഹത്തെ ന്യൂമൻ ഹോസ്റ്റലിൻ്റെ അന്തേവാസിയാക്കി. എല്ലാം ചെയ്തത് മോൺസിഞ്ഞോർ ഫ്രാൻസിസ് കാളാശ്ശേരിയാണ്, എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ. അദ്ദേഹം ഹോസ്റ്റൽ ഡേയ്ക്ക് ഷേക്സ്പിയർ മെർച്ചൻ്റ് ഓഫ് വെനീസിലെ ഒരു സീൻ അവതരിപ്പിക്കാൻ കുട്ടികളോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അബ്ദുൽ ഖാദർ ആണ് ഷൈലോക്ക് ആയിട്ട് അഭിനയിച്ചത്. അത് കഴിഞ്ഞാണ് അച്ഛൻ അറിയുന്നത് ഷെപ്പേർഡ് സാറ് മെർച്ചൻ്റ് ഓഫ് വെനീസിലെ ഷൈലോക്കിന് വേണ്ടി, ആ കഥാപാത്രത്തിന് വേണ്ടി ഓടി നടക്കുകയാണ് എന്ന്. അച്ഛൻ ഖാദറിനോട് പറഞ്ഞു, ഖാദർ വേഗം ചെന്ന് ഷെപ്പേർഡ് സാറിനെ കാണുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അച്ഛാ എന്നോട് ക്ഷമിക്കണം, ഞാൻ പോകത്തില്ല, എനിക്ക് പേടിയാണ് എന്നെല്ലാം പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ഒരുപാട് ശ്രമിച്ചു. അപ്പോൾ അച്ഛൻ അദ്ദേഹത്തിൻ്റെ ഈ തോളിൽ ഇങ്ങനെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏൽപ്പിക്കുകയായിരുന്നു, ഷെപ്പേർഡ് സാറിനെ ഏൽപ്പിക്കുകയായിരുന്നു. ഷെപ്പേർഡ് സാർ ആളിനെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ഷൈലോക്കായിട്ട് അഭിനയിച്ചു. ഏറ്റവും നല്ല അഭിനയം. അദ്ദേഹത്തെ എല്ലാവരും പിന്നീട് വിളിച്ചിരുന്നത് ഷൈലോക്ക് ഖാദർ എന്നാണ്. മംഗലപ്പുഴ സെമിനാരിയിൽ ഡീക്കൻ പഠനത്തിനിടയിൽ ഗംഗാസംഗമം എന്ന സിനിമയിൽ വൈദിക വേഷമിട്ട പ്രേം നസീറിനോടൊപ്പം വൈദികനായി തന്നെ അഭിനയിക്കാൻ വട്ടക്കളത്തിലച്ഛന് ക്ഷണം കിട്ടിയത് പ്രേം നസീറിന് SB കോളേജിനോടുള്ള പ്രത്യേക സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ കോളേജിൻ്റെ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ പ്രേം നസീറുമായിട്ട് ഒരു സിനിമയിൽ അല്പം അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയ ആളുമാണ് ഞാൻ. അദ്ദേഹം ഇവിടെ ഒരു ട്രോഫി സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കോളേജിനെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന, ഏറ്റവും ഇവിടുത്തെ അച്ഛന്മാരോടെല്ലാം വലിയ സ്നേഹവും ബഹുമാനവും ആദരവും ഉണ്ടായിരുന്ന, അധ്യാപകരെയൊക്കെ സ്നേഹിച്ച് ആദരിച്ചിരുന്ന ഒരു മാന്യദേഹമാണ് അദ്ദേഹം എന്നീ തരുണത്തിൽ അനുസ്മരിക്കുന്നതിന് എനിക്ക് വലിയ സന്തോഷമുണ്ട്. നീണ്ട 22 വർഷത്തിനിടയിൽ അധ്യാപകൻ, ചാപ്ലിൻ, ഹോസ്റ്റൽ വാർഡൻ, വൈസ് പ്രിൻസിപ്പൽ എന്നീ മേഖലകളിൽ പ്രാവീണ്യം തെളിയിക്കാൻ ദൈവം അച്ഛനെ സഹായിച്ചു. ഇവിടെ ഇങ്ങനെ ചില തസ്തികകളിലൊക്കെ ആയിരുന്നു എങ്കിലും കോളേജിൽ വന്ന അന്നു മുതൽ ഇവിടെ നിന്ന് 1998 മാർച്ച് 31 വൈകിട്ട് 7 മണിക്ക് ഞാൻ തന്നെ നടന്ന് എൻ്റെ വീട്ടിലേക്ക്
പോകുന്നിടം വരെയും ഈ കലാലയത്തിൽ എന്നെക്കൊണ്ട് ചെയ്യാവുന്ന എല്ലാ ശുശ്രൂഷകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ക്ലാസ് റൂം തൂത്തിട്ടുണ്ട് വളരെ അത്യാവശ്യമായ സമയത്ത്, അതുപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ ജോലികളും തന്നെ ഞാൻ ഇവിടെ അനുഷ്ഠിച്ചിരുന്നു. എന്താണ് എൻ്റെ ശുശ്രൂഷ എന്ന് ഞാൻ നോക്കാറില്ല. ഒടുവിൽ 1996 കോളേജ് പ്രിൻസിപ്പലായി നിയമിതനായി. ദൈവഹിതമെന്നു പറയട്ടെ, ഈ കാലത്ത് തന്നെയായിരുന്നു SP കോളേജിൻ്റെ പ്ലാറ്റിനം ജൂബിലി. ഈ കാലങ്ങളെക്കുറിച്ച് അച്ഛൻ തന്നെ നമ്മോട് പറയും. ഞാൻ പ്രിൻസിപ്പലായിരുന്നപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ സംഭവം പ്ലാറ്റിനം ജൂബിലി ആഘോഷമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പ്ലാറ്റിനം ജൂബിലി നടത്താൻ കർത്താവിന് ഒരു കഴുതയെ ആവശ്യമായിരുന്നു. അത് കർത്താവ് കണ്ട ഏറ്റവും യോഗ്യതയുള്ള കഴുതയാണ് ഞാനെന്ന്. വളരെ ശരിയാണത്. അങ്ങനെ ആ ജൂബിലിയുടെ വാലഡിക്ടറി അഡ്രസ്സ് നൽകാൻ ഇവിടെ എത്തിയത് ഇന്ത്യൻ പ്രസിഡൻറ്റ്, കേരളത്തിൻ്റെ പൊന്നോമന മകൻ KR നാരായണൻ. അദ്ദേഹത്തിൻ്റെ സഹപാഠി, എൻ്റെ ഗുരുനാഥനും എൻ്റെ സഹപ്രവർത്തകനുമായിരുന്ന KJ ജോൺ സാറിൻ്റെ പേര് പറഞ്ഞാണ് അദ്ദേഹത്തെ ഞാൻ ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ ചേംബറിൽ പരിചയപ്പെട്ടതും ക്ഷണിച്ചതും. ഈ പ്ലാറ്റിനം ജൂബിലിയിൽ ഭാഗമായി സെൻറ്റ് ബർഗ്മാൻസ് അവാർഡ് എന്ന് പറയുന്ന ഒരു എക്സലൻസ് അവാർഡ് സ്ഥാപിതമായി. അത് കുവൈറ്റ് സെൻറ്റ് ബർഗ്മാൻസ് അലംനൈ അസോസിയേഷൻ കുവൈറ്റ് ചാപ്റ്ററാണ് അത്. എൻ്റെ നിർദ്ദേശവും പ്രൊഫസർ റൂബിൾ രാജിൻ്റെ പ്രത്യേകമായ പ്രോത്സാഹനവുമൊക്കെ വഴി അവർ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പ്രിൻസിപ്പലായിരുന്ന സമയത്താണ് കോളേജ് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ നടത്തിയത്. ഇന്ത്യൻ പ്രസിഡന്റ് ക്ഷണിക്കുവാൻ വേണ്ടി അദ്ദേഹം ഡൽഹിക്ക് പോകുന്നു. അതിനു വേണ്ട ക്രമീകരണം ഡൽഹിയിൽ ചെയ്യുവാൻ എനിക്ക് സാധിക്കുന്നു. മറ്റ് സാംസ്കാരിക പരിപാടികൾ, ഇതുമായി ബന്ധപ്പെട്ട സാംസ്കാരിക പരിപാടികളിൽ നായകത്വം വഹിക്കുവാനും കൂടെ നിൽക്കുവാനും എനിക്ക് സാധിക്കുന്നു. അങ്ങനെയെല്ലാം ഈ കോളേജിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി അഹോരാത്രം യത്നിച്ച ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട വട്ടക്കളത്തിലച്ഛൻ. ജൂബിലിയുടെ ഒരു വർഷത്തെ ആഘോഷത്തിൽ മാധ്യമ ശുശ്രൂഷയോടുകൂടിയാണ് ആരംഭിച്ചത്. എല്ലാ പത്രങ്ങളും സെൻറ്റ് ബർഗ്മാൻസിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ചു. ശരിയായിട്ട് ലേഖനങ്ങളും മുഖപ്രസംഗങ്ങളും എഴുതി. അങ്ങനെ ഒരു ആഘോഷമുണ്ടായിരുന്നു. പിന്നീട് പൂർവ്വ വിദ്യാർത്ഥികൾ, പൂർവ്വ അധ്യാപകർ, പ്രസൻറ്റ് അധ്യാപകർ, വിദ്യാർത്ഥികൾ, അങ്ങനെയുള്ള പ്രോഗ്രാംസ് എല്ലാം ഉണ്ടായിരുന്നു. ഷേക്സ്പിയർ പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. ഭൗതിക കാര്യങ്ങളിലെന്ന പോലെ കോളേജിൻ്റെ ആത്മീയ കാര്യങ്ങളിലും അച്ഛൻ ശ്രദ്ധാലുവായിരുന്നു. അതിൻ്റെ കാരണം വട്ടക്കളത്തിൽ അച്ഛൻ പ്രിൻസിപ്പലായിരുന്ന 2 വർഷം SB കോളേജിൻ്റെ ആത്മീയ നവീകരണത്തിൻ്റെ കാലം കൂടിയായിരുന്നു. കുട്ടികൾക്കിടയിലും അധ്യാപകർക്കിടയിലും ഇത് ഒരുപോലെ പ്രകടമായിരുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ വളരെ അടുത്തറിയാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിലെ പുരോഹിതനെയാണ് ഞാൻ വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ചത്. പ്രിൻസിപ്പൽ എന്നുള്ള നിലയിൽ കോളേജിനെ സംബന്ധിക്കുന്ന അഡ്മിനിസ്ട്രേഷനേക്കാൾ ഏറെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞങ്ങളുടെ ആത്മീയ കാര്യങ്ങളിലും ശ്രദ്ധാലുവായിരുന്ന പ്രിൻസിപ്പൽ വട്ടക്കളത്തിലച്ഛനെയാണ്. ആ കാലഘട്ടത്തിലാണ് ഞങ്ങളുടെ ഏവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന അധ്യാപകർക്ക് വേണ്ടിയുള്ള ഒരു ധ്യാനം ഇവിടെ സംഘടിപ്പിച്ചത്. അത് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അച്ഛൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇടപെടൽ മൂലമാണ് ഇവിടെ സാധ്യമായത്. ആ ധ്യാനത്തിലൂടെ ആത്മീയതയുടെ പുത്തൻ ഉണർവുകളെ അധ്യാപകർക്ക്
അനുഭവിക്കുവാനായിട്ടുള്ള ഒരു സാധ്യത ഇവിടെ ഒരുങ്ങുകയായിരുന്നു. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു ധ്യാനം സംഘടിപ്പിച്ചതിലൂടെ അന്നത്തെ പല അധ്യാപകരും എൻ്റെ അടുക്കൽ പറഞ്ഞ ഒരു കാര്യം എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരികയാണ്. അച്ഛൻ്റെ ഈ ഇടപെടലിലൂടെ നമുക്ക് ഒരു പുതിയ സ്പിരിച്വാലിറ്റിയെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാട് ലഭ്യമായിരിക്കുന്നു. 1-2 വർഷങ്ങൾക്കുള്ളിൽ റിട്ടയർ ചെയ്യാനായിട്ട് സാധ്യതയുണ്ടായിരുന്ന അധ്യാപകർ പറയുകയായിരുന്നു, ഈ ഒരു ധ്യാനത്തിലൂടെ ഞാൻ പോയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ലായിരുന്നു. ഞാനൊന്നും ഒരിക്കലും ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി ഇങ്ങനെയുള്ള ഒരു ധ്യാനം കൂടുകയില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഏത് സംഘർഷ സമയത്തും അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ചെറിയ കൊന്തയുണ്ടാവും. വലിയ വാഗ്വാദങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ നടക്കുമ്പോഴും അദ്ദേഹം കൊന്തയുരുട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ജീവിതത്തിലെ സമസ്ത പ്രശ്നങ്ങൾക്കും പരിഹാരം പ്രാർത്ഥനയാണ് എന്ന് സ്വന്തം ജീവിതം കൊണ്ട് വട്ടക്കളത്തലച്ചൻ പഠിപ്പിച്ചു. ഞാൻ വിശ്വസിക്കുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനയെന്ന്. നമുക്ക് അനുവർത്തിക്കേണ്ട, പിൻചെല്ലേണ്ട സംഭാവനയും അതുതന്നെയാണ്. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ദൈവം എവിടെയെന്ന് പലപ്പോഴും നാം ചോദിച്ചു പോകും. അപ്പോഴും വട്ടക്കളത്തലച്ചൻ ശാന്തമായി പറയും, ദൈവം കൂടെയുണ്ട്, ദൈവം പരിപാലിക്കുമെന്ന്. അപ്പോൾ അറിവിൻ്റെ മേഖലയിൽ ആണെങ്കിൽ പോലും അറിവിലൂടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മാത്രം വിഷയീഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്ന ഒരു വിഭാഗത്തിന് അതിലൊക്കെ ഉപരിയായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ആത്മീയതയിൽ ഉണ്ടെന്നും അത്തരത്തിലുള്ള കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ള ഒരു തിരിച്ചറിവും ഒക്കെ ഈ ധ്യാനത്തിലൂടെ ഇവിടെ ഈ SB കോളേജിനെ നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ കാലഘട്ടത്തിൽ ഞങ്ങളെ ഭരിച്ചിരുന്ന ബഹുമാനപ്പെട്ട വട്ടക്കളത്തിലച്ഛൻ്റെ ഇടപെടലിലൂടെ മാത്രമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ളത്, ജീസസ് യൂത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ കോളേജ് ക്യാമ്പസിൽ കടന്നു വരുമ്പോൾ അദ്ദേഹം ഞങ്ങളോട് കാണിച്ചിട്ടുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെയാണ് ഓർമ്മയിലേക്ക് വരിക. അന്ന് പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നു, യോഗ സംബന്ധമായ ചില കാര്യങ്ങളൊക്കെ അച്ഛൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതായിട്ട് ഞാൻ ഓർക്കുന്നു. നല്ല ഒരു സംഘാടന പാഠവും ഉണ്ടായിരുന്ന അച്ഛന് ഭാവിയിൽ ലോകത്തിലെ തന്നെ പ്രശസ്തമായ കോളേജായ സെൻറ്റ് ബർഗ്മാൻസ് കോളേജിൽ പ്രിൻസിപ്പൽഷിപ്പ് അലങ്കരിക്കുവാൻ സാധിച്ചു. അക്കാലത്ത് വീണ്ടും എനിക്ക് അദ്ദേഹത്തോട് അസിസ്റ്റ് ചെയ്തുകൊണ്ട് നോൺ ടീച്ചിങ് സ്റ്റാഫ് റെപ്രസെൻറ്റേറ്റീവായി ജോലി ചെയ്യുവാൻ സാധിച്ചു. തീർച്ചയായിട്ടും അന്നത്തെ അദ്ദേഹത്തിൻ്റെ ഭരണപാഠവും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ജനങ്ങൾക്ക് മാതൃകയായിരിക്കുവാൻ എല്ലാവർക്കുമൊന്നും ഒരുപക്ഷെ സാധിച്ചു എന്ന് വരില്ല. എന്നാൽ നമ്മുടെ ഈ അച്ഛന് ദൈവകൃപയാൽ അതൊക്കെ സാധിക്കുന്നതിൽ ഒത്തിരി സന്തോഷം ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ ഇവിടെ ജീവിച്ചിരിക്കുന്ന, ഇവിടെ പ്രവർത്തിക്കുന്ന അധ്യാപകരുടെ ഇടയിൽ പോലും ആ കാലഘട്ടത്തിലെ ആ സുവർണ സ്മൃതികൾ ഇന്നും വളരെ പച്ചപ്പോടുകൂടി നിലനിൽക്കുന്നു. ആ കാലഘട്ടത്തിലാണ് SBയെ സംബന്ധിച്ച് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ പ്രെയർ ഗ്രൂപ്പുകൾ ഏറ്റവും ഭംഗിയായിട്ട് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. പഠനമുൾപ്പെടെ നീണ്ട 28 വർഷങ്ങളുടെ ബന്ധം ഉപേക്ഷിച്ച് തൻ്റെ കലാലയ മുത്തശ്ശിയോട് വിട പറഞ്ഞപ്പോൾ ഈ വൈദികന്റെ മനസ്സിൽ എന്തായിരിക്കും മിന്നിമറന്നത്? സംശയിക്കേണ്ട, ദൈവകൃപ തന്നെ. അക്കാലത്ത് ഈ കോളേജിലുണ്ടായിരുന്ന ഒരു ആത്മീയ പ്രസ്ഥാനങ്ങളുടെ വളർച്ച, അതിന് അദ്ദേഹം നൽകിയ പ്രോത്സാഹനം, ഒരുപക്ഷെ നമ്മൾ അദ്ദേഹത്തെ ഒരു വലിയ നേതാവ് എന്ന രീതിയിൽ കാണുന്നുണ്ടായിരിക്കുകയില്ല. വലിയ വലിയ നൂതനമായ അനേകം സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കില്ല. പക്ഷേ നല്ല ആശയങ്ങൾക്ക് അദ്ദേഹം കൊടുത്ത ഒരു പിന്തുണ, നല്ല പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നൽകിയ പ്രോത്സാഹനം, ഈ
പ്രവർത്തനങ്ങളെല്ലാം വിജയിക്കുവാൻ അദ്ദേഹം നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്ന പ്രാർത്ഥന. ഈ കലാലയത്തിൽ അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നത് ഒരു ആത്മീയ സാന്നിധ്യം, ഒരു ആത്മീയ നിറവ് ഈ കലാലയത്തിൽ എന്നും ഉണ്ടാകണമെന്നാണ്. അതിനുവേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ. ഇതൊക്കെയല്ലേ ഒരു വൈദികനായ പ്രിൻസിപ്പലിനെ വ്യത്യസ്തനാക്കേണ്ടത്? അച്ഛൻ അങ്ങനെയാണ് താൻ. ആയിരത്തി 1998 തൻ്റെ കലാലയത്തോട് വിട പറഞ്ഞ വട്ടക്കളത്തിലച്ഛനെ ദൈവം വീണ്ടും വിളിച്ചത് വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ തുടർ സേവനം ചെയ്യാനാണ്. തക്കല രൂപതയിൽ தக்கலை மறைமாவட்டத்தினுடைய உதயம் 1997 ஆண்டு துவங்கப்பட்டது. இதற்கு முன்பு சங்கனாശ്ശേരി உயர்மறை மாநிலத்திலிருந்து அருள் பணியாளர்கள் கன்னியாகுமரி மிஷனுக்கு 1960 வருகை தந்து சீரோ மலபார் திருச்சபையினுடைய பணித்தளங்களையும் நிறுவனங்களையும் ஏற்படுத்தினார்கள். அருள் பணியாளர்களுடைய அயராது உழைப்பும் ஜபமுமே தற்பொழுதைய மறை மாவட்டத்திற்கு உதயத்திற்கு காரணமாக இருந்தன. அதில் பணிபுரிந்த அருள் தந்தை ஜோசப் வட்டக்களம் அவர்கள் 1999 ஆண்டு அன்றைய ஆயர் தற்பொழுதைய சீரோ மலபார் திருச்சபையினுடைய உயர் பேராயரும் காடலனுமான மார் ஆலஞ்சேரி ஆண்டகை அவர்களுடைய அழைப்பிற்கு இணங்க படந்தாலுமூடு என்ற பங்கிற்கு வருகை தந்து அங்கே அவருடைய பாஸ்டரல் ஒர்க்கையும் மற்றும் பள்ளிக்கூடம் கல்லூரி அருகாமையில் இருந்த கல்லூரிகளுடைய முதல்வராகவும் பணியாற்றினார். 2000 ஆண்டிற்கு அவர் சூசைபுரம் என்ற பங்கிற்கு மாற்றம் கிடைக்கப்பெற்று அங்கே அவர் பணியாற்றினார். அன்றைய காலகட்டங்களில் போதிய வசதிகளும் இல்லாமல் இருந்த அந்த காலத்தில் இவர் கடினமாக உழைத்து சீரோ மலபார் திருச்சபையை வளர்த்துவதற்காக அயராது உழைத்து பாடுபட்டவர். കരുണയേറിയ കാൽവരി കുന്നിലൂറും സ്നേഹവായ്പുകൾ പങ്കുവച്ചവരല്ലേ ഇവിടെ നിന്നും രക്ഷ നേടാതാരും മടങ്ങുകയില്ല. പാപമോചനം യേശു ചിന്തിയ ചോരതൻ വിജയം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം. പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇവിടെയോരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന്. പൂർവഗാമികൾ ചോര നീരായി തന്നതിൻ സുഹൃതം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം. പാദമുദ്രകൾ നീർത്തടാ